എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ പച്ചടി. പല തരത്തിലുള്ള പച്ചടി നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെഫ് ജോജിയുടെ പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പൈനാപ്പിൾ പച്ചടിക്കായി ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയത് 1 കപ്പ്, കട്ടത്തൈര് 1 കപ്പ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ശർക്കര ചെറിയൊരു പീസ്, ജീരകം 1/4 ടീസ്പൂൺ, കടുക് 1.5 ടീസ്പൂൺ, പിന്നെ താളിക്കുവാനായിട്ടുള്ള ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇനി പച്ചടി തയ്യാറാക്കുവാനായിട്ടൊരു പാത്രം നമുക്ക് ചൂടാക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം. പച്ചമുളകും ഒരൽപ്പം മഞ്ഞൾ പൊടിയും അതിൽ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഈ സമയത്ത് അതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. പൈനാപ്പിളിൻ്റെ പുളിയുടെ അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ചിരകിയ 1 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് നന്നായി മിക്സി ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി നമുക്കെടുക്കാം. പൈനാപ്പിൾ നല്ല ഡ്രൈ ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇത് അല്പനേരം തണുക്കുവാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കട്ടത്തൈര്, 1 കപ്പ് കട്ടത്തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചൂട് നന്നായി ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ കട്ടത്തൈര് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി പച്ചടിയിലേക്ക് നമുക്ക് കടു തളിച്ചു കൊടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. വറ്റൽമുളക് എടുത്തു വെച്ചിരിക്കുന്നത് 2 പീസാക്കി മുറിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് നന്നായിട്ടത് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരല്പം നേരം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ വലിയ ചൂടൊന്ന് കുറയ്ക്കണം. കാരണം ആ വലിയ ചൂട് പച്ചടിയിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പച്ചടി കുറച്ച് ഭാഗം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതൊന്ന് അടച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഏകദേശം ഒരു 1/2 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇത് തുറന്ന് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ പച്ചടി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ ഇതൊരു 1/2 മണിക്കൂർ നേരം അടച്ചു വെക്കുകയാണെങ്കിൽ ആ പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ഗ്രേവിയിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒറിജിനൽ പൈനാപ്പിൾ പച്ചടിയുടെ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഈ പൈനാപ്പിൾ പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.